പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താണ്, എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, പ്രത്യേകമായി തയ്യാറാക്കേണ്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇത്തരം അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്, പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് നടത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളിന്ന് ചാപ്റ്റർ നമ്പർ 3 റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഒന്നുകൂടി ഓർക്കാം. എ പാർട്ട്ണർഷിപ്പ് ഈസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons കോൾഡ് പാർട്ട്നേഴ്സ് ഫോർ ഷെയറിംഗ് ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. ഒരു ബിസിനസ് ആരംഭിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ ഷെയർ ചെയ്യാമെന്ന 2 അതിൽ കൂടുതൽ വ്യക്തികൾ തമ്മിലോ ഉള്ള ഒരു എഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആ വ്യക്തികളെ നമ്മൾ പറയുന്ന പേര് പാർട്ട്നേഴ്സ് എന്നാണ്. എല്ലാ പാർട്ട്നേഴ്സിനും കൂടി ഒരുമിച്ച് നമ്മൾ ഫേം എന്നാണ് പറയുന്നത്. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത് ഒരു എഗ്രിമെൻ്റ് വഴിയാണ്. ആ എഗ്രിമെൻ്റ് എഴുതി തയ്യാറാക്കിയതാണെങ്കിൽ നമ്മളതിനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. ഈ പാർട്ട്ണർഷിപ്പ് ഫേം പ്രവർത്തിക്കുന്ന അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുഴുവൻ ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ എഴുതി വച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. നിലവിലുള്ള എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ദെൻ ദിസ് റിസൾട്ട്സ് in an end of existing agreement and a new agreement comes into being. നിലവിലുള്ള എഗ്രിമെൻ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിക്കുകയും പുതിയൊരു എഗ്രിമെൻ്റ് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അഥവാ റീകോൺസ്റ്റിറ്റ്യൂഷൻ റിസൾട്ട്സ് ആൻ എൻഡ് ഓഫ് ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ആൻഡ് എ ന്യൂ എഗ്രിമെൻറ്റ് കംസ് ഇൻ ടു ബീയിങ്. പഴയ എഗ്രിമെൻറ്റ് അവസാനിക്കുന്നു, പുതിയ എഗ്രിമെൻറ്റ് കടന്നു വരുന്നു. ദെൻ ദ വേരിയസ് സിറ്റുവേഷൻ ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ആർ. എങ്ങനെയൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത് അഥവാ ചേഞ്ച് ഇൻ എഗ്രിമെൻറ്റ് ഉണ്ടാകുന്നത്? ഒന്ന്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. സ്ഥാപനത്തിലേക്ക് പുതിയൊരു പാർട്ട്ണറെ ചേർക്കുകയാണെങ്കിൽ അഥവാ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള എഗ്രിമെൻറ്റ് മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അത് റീകോൺസ്റ്റിറ്റ്യൂഷന് ഒരു കാരണമാകുന്നു. ദെൻ സെക്കൻഡ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് തയ്യാറാക്കിയ എഗ്രിമെൻറ്റിൽ എഴുതി വച്ചിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പിന്നീട് എപ്പോഴെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. ദെൻ തേർഡ്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഏതെങ്കിലും പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടി വന്നാൽ അഥവാ റിട്ടയർമെൻറ്റ്, ഒരു പാർട്ട്ണർ ഒഴിവായി പോവുകയാണെങ്കിൽ നമുക്കതൊരു റീകോൺസ്റ്റിറ്റ്യൂഷന് കാരണമായി മാറുന്നു. നിലവിലുള്ള പാർട്ട്നേഴ്സിന് പുതിയ എഗ്രിമെൻ്റ് എഴുതി തയ്യാറാക്കി അത് പ്രകാരം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ദെൻ ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ പെട്ടെന്ന്
മരണപ്പെട്ടു പോയാൽ നിലവിലുള്ള അഥവാ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് പുതിയൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഇൻസോൾവൻസി മീൻസ് പാപ്പരാവുക എന്ന് മലയാളത്തിൽ പറയും. അഥവാ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് യാതൊരു വിധത്തിലുള്ള അസറ്റുകളും ഇല്ലാത്ത ഒരു കണ്ടീഷൻ, അയാളുടെ ലാബിലിറ്റിയൊക്കെ തീർക്കാനുള്ള അസറ്റുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കണ്ടീഷൻ ആണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യത്തിലും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അഥവാ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ കേസാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. Admission of a partner means a new partner can be admitted into the firm only with the consent of all other partners unless otherwise agreed upon. The new partner is called incoming partner. ഒരു പുതിയ പാർട്ട്ണറെ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്, ചേർക്കാവുന്നതാണ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. മറ്റുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതത്തോടു കൂടി പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാം. ദ ന്യൂ പാർട്ട്ണർ ഈസ് കോൾഡ് ആസ് ഇൻകമിംഗ് പാർട്ട്ണർ. പുതിയ പാർട്ട്ണറെ നമ്മൾ ഇൻകമിംഗ് പാർട്ട്ണർ എന്നാണ് പറയുന്നത്. ദെൻ വിത്ത് ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ദ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് എ ന്യൂ എഗ്രിമെൻറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം. ഒരു പുതിയ പാർട്ട്ണറെ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ പാർട്ട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അഥവാ ഒരു പുതിയ എഗ്രിമെൻറ്റ് കൊണ്ടുവരുന്നു. എന്നിട്ട് അതനുസരിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. ദെൻ എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ അക്വയേഴ്സ് 2 മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫേം. ഒരു പുതിയ പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ കിട്ടുന്ന അവകാശങ്ങൾ, എല്ലാ പാർട്ട്നേഴ്സിനുമുള്ള അവകാശങ്ങൾ തന്നെയാണ്. ഒന്ന്, റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം. ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ അസറ്റിലും ഒരു ഷെയറിന് ഈ ഇൻകമിംഗ് പാർട്ട്ണർക്ക് അവകാശമുണ്ടായിരിക്കും. രണ്ടാമത്തെ അവകാശമാണ് റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം. ആ സ്ഥാപനം ഉണ്ടാക്കുന്ന മുഴുവൻ പ്രോഫിറ്റിലും ഒരു ഷെയർ കിട്ടാനുള്ള അവകാശം. അപ്പോൾ ഇങ്ങനെ 2 റൈറ്റ്സാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, 2 റൈറ്റ്സാണ് ഒരു പാർട്ട്ണർക്ക് കിട്ടുന്നത്. റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ ഫേം ആൻഡ് റൈറ്റ് ടു ഷെയർ the profits of the firm. Okay, then for the right to acquire share in the assets, the incoming partner brings an agreed amount of capital. സ്ഥാപനത്തിൻ്റെ അസറ്റ്സിൽ ഷെയർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇൻകമിംഗ് പാർട്ട്ണർ എന്ത് കൊണ്ടുവരുന്നത്? ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. സ്ഥാപനത്തിൻ്റെ എല്ലാ അസറ്റ്സിലും ഷെയർ കിട്ടാൻ വേണ്ടി പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ. ദെൻ അതുകൂടാതെ കുറച്ച് അഡീഷണൽ എമൗണ്ട് കൂടി ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരേണ്ടി വരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രീമിയം ഫോർ ഗുഡ് വിൽ. ഫോർ ദ റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ദ ഇൻകമിംഗ് പാർട്ട്ണർ ബ്രിങ്സ് ആൻ അഡീഷണൽ എമൗണ്ട് കോൾഡ് പ്രീമിയം ഫോർ ഗുഡ് വിൽ. ഭാവിയിലുള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിലൊരു ഷെയർ കിട്ടാനുള്ള അവകാശം കൂടി ഇൻകമിംഗ് പാർട്ട്ണർക്കുണ്ട്. അതിനുവേണ്ടി ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന അഡീഷണൽ എമൗണ്ടാണ് പ്രീമിയം ഫോർ ഗുഡ് വിൽ ആസ് എ കോമ്പൻസേഷൻ ടു ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലുള്ള പാർട്ട്നേഴ്സിന് പുതിയ പാർട്ട്ണർ വരുന്നതോടുകൂടി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിൽ ഒരു കുറവ് വരുന്നു. അപ്പോൾ അവരെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീമിയം ഫോർ ഗുഡ് വിൽ കൊണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. നമുക്ക് തൽക്കാലം ഇത്രമാത്രം മനസ്സിലാക്കുക. ഫോർ ഗെറ്റിംഗ് റൈറ്റ് ടു ഷെയർ ഇൻ അസറ്റ്സ് ദ ഇൻകമിംഗ് പാർട്ട്ണർ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ ആൻഡ് ഫോർ ഗെറ്റിംഗ് റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ദ ഇൻകമിംഗ് പാർട്ട്ണർ ബ്രിങ്സ് ആൻ അഡീഷണൽ എമൗണ്ട് കോൾഡ് പ്രീമിയം ഫോർ ഗുഡ് വിൽ. ദെൻ following are the important points which require attention at the time of admission of a new partner. നമ്മളൊരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 2, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ.
3 വാലുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ദെൻ 4th റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. ദെൻ 5th distribution of accumulated profits or reserves and adjustments of partners' capitals. നമുക്ക് ഓരോന്നായി മനസ്സിലാക്കി വരാം. ആദ്യമായിട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്കൊരു എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. അനിൽ ആൻഡ് വിശാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അനിലും വിശാലും 2 പാർട്ട്നേഴ്സാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ദേ അഡ്മിറ്റഡ് സുമിത് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഷെയർ ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. അവരൊരു പുതിയ പാർട്ട്ണറെ കൂടി അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് സുമിത് എന്നാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/5. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ, വിശാൽ ആൻഡ് സുമിത്. ഇപ്പോൾ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരിക്കും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിനെ 1 ആണെന്ന് അസ്യൂം ചെയ്യാം. അഥവാ ഫുൾ പോർഷൻ ഓഫ് പ്രോഫിറ്റ്, ഒരു ഫുൾ പ്രോഫിറ്റ്. അതിൽ സുമിത് എന്ന് പറയുന്ന ഇൻകമിങ് പാർട്ട്ണറുടെ ഷെയർ എത്രയാണ്? 1/5 ആണ്. 1/5. ഓക്കെ. ദെൻ അപ്പോൾ റിമൈനിങ് പോർഷൻ എത്രയുണ്ട് മറ്റു 2 പേർക്കും, പഴയ പാർട്ട്നേഴ്സിന്? 1 - 1/5. ടോട്ടൽ പ്രോഫിറ്റ് 1 ആണ്. ഇൻകമിങ് പാർട്ട്ണറുടെ ഷെയർ 1/5 ആണ്. അപ്പോൾ ബാലൻസ് അവൈലബിൾ ടു ഓൾഡ് പാർട്ട്നേഴ്സ് 1 - 1/5 = 4/5. അങ്ങനെ 4/5 കിട്ടിയെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ കാൽക്കുലേഷൻ എന്താ? 1 - 1/5. 1 = 5/5 എന്ന് പറയാലോ. അപ്പോൾ 5/5 - 1/5 = 4/5. അങ്ങനെയാണ് ഈ 4/5 കിട്ടിയിട്ടുള്ളത്. ദെൻ അനിലിൻ്റെ ന്യൂ ഷെയർ അപ്പോൾ എത്രയായിരിക്കും? ബാലൻസ് ഉള്ളത് 4/5 ആണ്. ആ 4/5ൻ്റെ 3/5 ആയിരിക്കും അനിലിൻ്റെ ന്യൂ ഷെയർ. അഥവാ നമുക്ക് കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചു തരാം. 4/5 × 3/5. എങ്ങനെ 4/5 × 3/5? ടോട്ടൽ പ്രോഫിറ്റ് 1, ഇൻകമിങ് പാർട്ട്ണറുടെ ഷെയർ 1/5, ബാലൻസ് ഉള്ളത് 4/5. ആ 4/5ൻ്റെ 3/5 ആണ് അനിലിൻ്റെ ന്യൂ ഷെയർ. 4/5 × 3/5 = 12/25. ദെൻ വിശാലിൻ്റെ ന്യൂ ഷെയർ = 2/5 ഓഫ് 4/5. അഥവാ 4/5 ബാലൻസ് ഉള്ളത്, അതിൻ്റെ 2/5 = 8/25. 4 × 2 = 8, 5 × 5 = 25. ദെൻ ഇനി നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയാലോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ, വിശാൽ ആൻഡ് സുമിത് വിൽ ബി 12:8:5. 12 എവിടെ നിന്ന് കിട്ടി? അനിലിൻ്റെ ന്യൂ ഷെയർ, അനിലാണ് ഇവിടെ നമ്മുടെ ആദ്യത്തെ പാർട്ട്ണർ. അനിലിൻ്റെ ഷെയർ 12/25, 12:. ദെൻ വിശാലിൻ്റെ ന്യൂ ഷെയർ 8/25, 8:. ദെൻ പുതിയ പാർട്ട്ണർ സുമിത്, സുമിത്തിൻ്റെ ഷെയർ എത്രയാണ്? 1/5. 1/5 എന്ന് പറഞ്ഞാൽ 5/25 ആണ്. എങ്ങനെ 5/25 കിട്ടിയത്? 1/5 = 5/25 ആണ്. 1 × 5 = 5, 5 × 5 = 25. ഓക്കെ. ദെൻ നമ്മളിതിൻ്റെ മറ്റൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അക്ഷയ് ആൻഡ് ഭാരതി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admit Dinesh as a new partner for 1/5 share in the future profits of the firm, which he gets equally from Akshay and Bharati. Calculate new profit sharing ratio of Akshay, Bharati and Dinesh. അക്ഷയ് ആൻഡ് ഭാരതി 2 പാർട്ട്നേഴ്സാണ് ഒരു സ്ഥാപനത്തിലെ. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവർ പുതുതായി ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു, ദിനേശ്.
അദ്ദേഹത്തിന് 1/5 ഷെയർ പ്രോഫിറ്റാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഇല്ലുസ്ട്രേഷനിൽ ഇല്ലാത്ത പുതിയൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഷെയർ 1/5 വിച്ച് ഹി അക്വയർഡ് ഈക്വലി ഫ്രം അക്ഷയ് ആൻഡ് ഭാരതി. ഈ 1/5 കിട്ടുന്നത് എങ്ങനെയാണ്? അക്ഷയ്, ഭാരതി എന്ന പഴയ പാർട്ട്നേഴ്സിൽ നിന്ന് തുല്യമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് നോക്കാം. ഇവിടെ ദിനേശിൻ്റെ ഷെയർ ഈക്വൽ ടു 1/5 ആണ്. 1/5 ഇവരിൽ നിന്ന് അക്ഷയിൽ നിന്നും ഭാരതിയിൽ നിന്നും തുല്യമായിട്ടാണ് കിട്ടുന്നത്. അഥവാ 1/5ൻ്റെ പകുതി അക്ഷയ് കൊടുക്കുന്നു, 1/5ൻ്റെ പകുതി ഭാരതി കൊടുക്കുന്നു. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ 1/5നെ 2/10 എന്ന് കൺവെർട്ട് ചെയ്തിരുന്നു. 1/5 ഈക്വൽ ടു 2/10. അങ്ങനെയാണെങ്കിൽ അക്ഷയ് എന്ന് പറയുന്ന പാർട്ട്ണറുടെ പുതിയ ഷെയർ ഈക്വൽ ടു അയാളുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 3/5ൽ നിന്ന് 1/10 അഥവാ 2/10ൻ്റെ പകുതി മൈനസ് ചെയ്തതാണ്, ഈക്വൽ ടു 5/10. നമ്മൾ ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചെറിയ ക്ലാസ്സുകളിൽ മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചതാണ് ഭിന്നസംഖ്യകളുടെ കാൽക്കുലേഷൻ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നിവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാം. ഇവിടെ നമ്മളിതിനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് LCM എടുത്തിട്ട്, 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. LCM മീൻസ് നമ്മൾ മലയാളം മീഡിയം പഠിച്ചവരാണെങ്കിൽ ലസാഗു എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചതാണ്. 3/5 മൈനസ് 1/10 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ 5ൻ്റെയും 10ൻ്റെയും LCM എന്ന് പറയുന്നത് 10 ആണ്. ദെൻ ഈ 10ൽ ഈ 10ൽ 5 2 തവണയാണുള്ളത്. അപ്പോൾ 2 × 3 6. ദെൻ ഇവിടുത്തെ മൈനസോ പ്ലസ്സോ സിമ്പൽ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് സിമ്പൽ ഇട്ടു. ഇവിടെ 1/10ൻ്റെ 10 ഇവിടെ LCMൽ 1 തവണ 1 × 1 1 എഴുതി. അപ്പോൾ 6 - 1/10 ഈക്വൽ ടു 5/10. അങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 5 × 10 50 ഡിനോമിനേറ്ററായി എടുത്ത്, ദെൻ 3 × 10 30 സിമ്പൽ മൈനസ് 1 × 5 5 ഈക്വൽ ടു 25/50 അഥവാ 5/10. അപ്പോൾ ഓക്കെ. ദെൻ ഭാരതിയുടെ ഷെയർ എത്രയാണ്? ഭാരതിയുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 2/5 മൈനസ് അയാൾ ദിനേശിന് കൊടുക്കുന്ന 2/10ൻ്റെ പകുതി അഥവാ 1/10 ഈക്വൽ ടു 3/10. ഓക്കെ. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ അക്ഷയ്, ഭാരതി ആൻഡ് ദിനേശ് വിൽ ബി 5:3:2. എങ്ങനെ 5 എവിടുന്ന? 5/10 5 3/10 ആൻഡ് 2/10. ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ. ദെൻ ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. അൻഷു, നിധു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admitted Jyoti as a new partner for 3/10th share which she acquired 2/10 from Anshu and 1/10 from Nidhu. Calculate new profit sharing ratio of Anshu, Nidhu and Jyoti. ഇപ്പോൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിൽ നിന്നും ചെറിയ മാറ്റമുണ്ട്. ഇവിടെ 2 പാർട്ട്നേഴ്സാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവർ ജ്യോതി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. ആ ജ്യോതിക്ക് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് 3/10 ആണ്. വിച്ച് ഷീ അക്വയേർഡ് 2/10 ഫ്രം അൻഷു ആൻഡ് 1/10 ഫ്രം നിധു. ഈ 2/10 ജ്യോതിക്ക് എങ്ങനെ കിട്ടുന്നത്? അൻഷുവിന് കിട്ടിക്കൊണ്ടിരുന്ന ഷെയറിൽ നിന്ന് 2/10 ജ്യോതിക്ക് പോകുന്നു. നിധു എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കിട്ടിക്കൊണ്ടിരുന്ന 2/5ൽ നിന്ന് 1/10 ജ്യോതിക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദെൻ ജ്യോതിയുടെ ഷെയർ, ഇൻകമിങ് പാർട്ട്ണറുടെ ഷെയർ എത്രയാണ്? 3/10. ദെൻ അൻഷുവിൻ്റെ ന്യൂ ഷെയർ എത്രയായിരിക്കും? അയാളുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 3/5 മൈനസ്
ജ്യോതിക്ക് വേണ്ടി കൊടുക്കുന്ന 2/10 ഈക്വൽ ടു 4/10. 3/5 മൈനസ് 2/10 ഈക്വൽ ടു 4/10. ഈ 4/10 എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാൽക്കുലേഷൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. സംശയമുള്ളവർ അതൊന്ന് നോക്കിയിട്ട് അതുപോലെ ഇവിടെ ചെയ്താൽ മതി. ഓക്കെ, നിധുവിൻ്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പഴയ പാർട്ട്ണറായിട്ടുള്ള നിധുവിൻ്റെ ന്യൂ ഷെയർ, നിധുവിൻ്റെ ഓൾഡ് ഷെയർ 2/5 മൈനസ് നിധു ജ്യോതിക്ക് വേണ്ടി കൊടുക്കുന്ന 1/10 ഈക്വൽ ടു നിധുവിൻ്റെ ന്യൂ ഷെയർ 3/10. Then the new profit sharing ratio between Anshu, Nidhu and Jyoti will be 4:3:3. Okay. Then next illustration. Ram and Shyam are partners in a firm sharing profits in the ratio of 3:2. They admit Ghanshyam as a new partner. Ram surrenders 1/4 of his share and Shyam 1/3 of his share in favor of Ghanshyam. Calculate new profit sharing ratio of Ram, Shyam and Ghanshyam. Then രണ്ട് പാർട്ട്നേഴ്സ് രാം ആൻഡ് ശ്യാം, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. അവരൊരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ പാർട്ട്ണർക്ക് വേണ്ടി റാം എന്ന് പറയുന്ന പഴയ പാർട്ട്ണർ സറണ്ടേഴ്സ്, ഈ വാക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സറണ്ടർ ചെയ്തു, റാം സറണ്ടർ ചെയ്തു 1/4 ഓഫ് ഹിസ് ഷെയർ ആൻഡ് ശ്യാം 1/3 ഓഫ് ഹിസ് ഷെയർ. അതായത് ഗണശ്യാമിന് 1/4 കിട്ടുന്നു എന്നല്ല പറഞ്ഞത്, റാം സറണ്ടർ ചെയ്തു. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യും നോക്കാം. റാംസ് ഓൾഡ് ഷെയർ ഈക്വൽ ടു 3/5. റാമിൻ്റെ പഴയ ഷെയർ 3/5 ആണ്. ഷെയർ സറണ്ടേർഡ് ബൈ റാം ഈക്വൽ ടു 1/4 ഓഫ് 3/5. റാമിൻ്റെ ഷെയർ 3/5 ആണ്. അതിൻ്റെ 1/4 സറണ്ടർ ചെയ്തു, അതായത് വിട്ടുകൊടുത്തു. ആർക്ക് വേണ്ടി? ഗൺശ്യാമിന് വേണ്ടി, പുതിയ പാർട്ട്ണർക്ക് വേണ്ടി. അപ്പോൾ ആ വിട്ടുകൊടുത്ത ഭാഗം എത്രയാണ്? 3/20 ആണ്. 1 × 3 4 × 5 3/20. അങ്ങനെയാണെങ്കിൽ റാമിൻ്റെ ന്യൂ ഷെയർ എത്രയായിരിക്കും? 3/5 മൈനസ് അയാൾ വിട്ടുകൊടുത്ത ഭാഗം 3/20 ഈക്വൽ ടു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9/20 ആയിരിക്കും നമുക്ക് കിട്ടുക. കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് എങ്ങനെയാണെന്ന്. രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ LCM മെത്തേഡിൽ. ദെൻ രണ്ടാമത്തെ പാർട്ട്ണറാണ് ശ്യാം. ശ്യാമിൻ്റെ ഓൾഡ് ഷെയർ ഈക്വൽ ടു 2/5. ഷെയർ സറണ്ടേർഡ് ബൈ ശ്യാം ഈക്വൽ ടു 1/3 ഓഫ് 2/5 ഈക്വൽ ടു 2/15. അപ്പോൾ ശ്യാമിൻ്റെ ന്യൂ ഷെയർ ഈക്വൽ ടു 2/5. അയാളുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 2/5 നിന്ന് അയാൾ സറണ്ടർ ചെയ്ത വിട്ടുകൊടുത്ത 2/15 ഈക്വൽ ടു 4/15. ഇനി ഗണശ്യാം എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറുടെ ഷെയർ ഈക്വൽ ടു രാംസ് സാക്രിഫൈസ് പ്ലസ് ശ്യാം സാക്രിഫൈസ്. റാം വിട്ടുകൊടുത്ത ഭാഗവും ശ്യാം വിട്ടുകൊടുത്ത ഭാഗവും കൂടി ചേർന്നതാണ് പുതിയ പാർട്ട്ണറുടെ ഷെയർ. ഈക്വൽ ടു 3/20 ആണ് രാം സറണ്ടർ ചെയ്തത്, 2/15 ആണ് ശ്യാം സറണ്ടർ ചെയ്തത്. അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 17/60 നമുക്ക് കിട്ടും. എങ്ങനെയാണ് 17/60 കിട്ടുന്നത് എന്നുള്ളത് നമ്മളെ കാൽക്കുലേഷൻ LCM മെത്തേഡിലോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് റാം, ശ്യാം ആൻഡ് ഗണശ്യാം വിൽ ബി 27:16:7. എങ്ങനെ 27:16:7? റാമിൻ്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 9/20 ആണ്. ശ്യാമിൻ്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 4/15 ആണ്. ഗണശ്യാമിൻ്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 17/60 ആണ്. അപ്പോൾ നമുക്ക് ഒരേ ഡിനോമിനേറ്റർ അഥവാ ഛേദം ഉണ്ടെങ്കിലാണ് നമുക്ക് റേഷ്യോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 9/20 27/60 കൺവെർട്ട് ചെയ്തു.
എങ്ങനെ 27/60 20 നമ്മൾ 60ലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു. അതേ 3 കൊണ്ട് 9നെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 27. ദെൻ അതുപോലെ ശ്യാമിൻ്റെ ന്യൂ ഷെയർ 4/15 ആണ്, ഈക്വൽ ടു 16/60. എങ്ങനെ 16/60? ഈ 15നെയാണ് നമ്മൾ ഛേദമാണ് നമ്മൾ 60 മാറ്റേണ്ടത്. 4 × 15 60. അപ്പോൾ അതേ എമൗണ്ട് കൊണ്ട് അതേ വാല്യൂ കൊണ്ട് 4നെയും മൾട്ടിപ്ലൈ ചെയ്തു. 4 × 4 16. ഓക്കെ. ദെൻ ഘനശ്യാമിൻ്റെ ഷെയർ 17/60. അപ്പോൾ റേഷ്യോ നമുക്ക് പറയാം 27:16:17. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് വാട്ട് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ എഗ്രിമെൻറ്റ്. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീസൺസ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ calculation of new profit sharing ratio. Okay, thank you.